നമസ്കാരം. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞേക്കാം. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ കാണിക്കുന്ന രാഗത്തിലെ പാട്ടുകൾക്ക് പുറമേ വേറൊരു രാഗത്തിലെ പാട്ട് നമ്മൾ ഈ പരിപാടിയുടെ അവസാനം കാണിക്കും. ആ രാഗം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രാഗം കൃത്യമായിട്ട് പറയുന്ന ആളെ ഞാൻ തിരിച്ച് വിളിച്ചിരിക്കും. ബാക്കിയുള്ള സസ്പെൻസാണ്. അതിൻ്റെ റിസൾട്ട് അടുത്ത തിങ്കളാഴ്ച നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന പാട്ടുകളിലെ രാഗത്തിന് പുറമെ ഇതിൽ കണക്ട് ചെയ്യാത്ത ഒരു രാഗത്തിലെ പാട്ട് നമ്മൾ ഈ പരിപാടിയുടെ ലാസ്റ്റ് കാണിക്കും. ഈ കാണിക്കുന്ന പാട്ട് ഏത് രാഗത്തിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആൾ കമൻറ്റ് ചെയ്യുക. കറക്റ്റായിട്ട് ഉത്തരം കമൻറ്റ് ചെയ്യുന്ന ആളുകളെ ഞാൻ തിരിച്ച് വിളിക്കും. ബാക്കിയുള്ളത് സസ്പെൻസാണ്. അത് അടുത്ത തിങ്കളാഴ്ച പറയാം. ഓക്കെ. വളരെ കുട്ടിക്കാലം. സിനിമയ്ക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിലും സിനിമയിലെ കഥകളൊന്നും അങ്ങനെ മനസ്സിലാക്കി തുടങ്ങാനുള്ള പ്രായമായിട്ടില്ല. ഒരു 7 വയസ്സെങ്കിലും ആയി കാണും. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ പറ്റുന്നു തോന്നുന്നു. പക്ഷേ എനിക്ക് ആ സമയത്തായിട്ടുണ്ടായിരുന്നില്ല. എനിവേസ് സിനിമയ്ക്ക് പോയി അവിടെ ചെന്നു. കഥയൊന്നും മനസ്സിലായില്ല. പക്ഷേ അതിൽ ഒരു പാട്ടിനെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അതിതാണ്. പാടുന്ന ആൾ ശങ്കറാണ്. ശങ്കറും മേനകയാണെന്ന് തോന്നുന്നു. നായിക മേനകയാണെന്ന് സംശയം. പാടുന്ന പാട്ട് ഇതാണ്. മനസുലോനി മർമമുനു തെലുസുക്കോ മാനരക്ഷക മരകതാംഗന മനസുലോനി മർമമുനു തെലുസുക്കോ മാനരക്ഷക മരകതാംഗന മനസുലോനി മർമമുനു തെലുസുക്കോ. ഇങ്ങനൊരു പാട്ട്. പിന്നെ ഞാൻ ആ പാട്ട് അതപ്പാട് വിട്ടു. പക്ഷേ ഈ രാഗം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. എനിക്ക് കുട്ടിക്കാലമാണ്, വളരെ ചെറിയ പ്രായമാണ്, രാഗത്തെ പറ്റിയൊന്നും മനസ്സിലാക്കാറായിട്ടില്ല. പക്ഷേ ഇതിലൊരു പ്രത്യേക ഒരു കാന്തിക ശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ ഇത് രാഗത്തെ പറ്റിയൊന്നും അന്വേഷിക്കേണ്ടായില്ല, പാട്ടിനെ പറ്റി അന്വേഷിച്ചു. അവസാനം മനസ്സിലായത് ഹിന്ദോളം എന്ന് പറഞ്ഞ രാഗത്തിലെ പാട്ടാണ്. അങ്ങനെ ആ രാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. ഈ ഹിന്ദോള രാഗം കർണാടക സംഗീതത്തിലെ ഏറ്റവും പ്രസിദ്ധി നേടിയ ഔഡവ രാഗങ്ങളിൽ ഒന്നാണ്. അതായത് 5 സ്വരങ്ങൾ മാത്രമേ ഉള്ളൂ. രീയും പായും ഇല്ല. അതാണ് എൻ്റെ ഈ രാഗത്തിൻ്റെ വ്യത്യാസം. പത്മനാഭ പാഹി ദ്വിഭവസാര ഗുണവസന ശൗരേ പത്മനാഭ 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 പാഹി. കൊച്ചുകുട്ടികളെ കീർത്തനങ്ങളൊക്കെ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന കീർത്തനങ്ങളിൽ ഒന്നാണ് ഈ പത്മനാഭ പാഹി എന്നുള്ള കീർത്തനം. കർണാടക സംഗീതത്തിൽ വളരെ പ്രസിദ്ധമായ കൃതികളിൽ ഒന്നാണ് സാമജപരഗമന. സാമജപരഗമന. പിന്നെ മാമവതു ശ്രീ സരസ്വതി. ഇനി ഹിന്ദുസ്ഥാനിയിലെ മാൽക്കോൺസിനെ പറ്റി നോക്കുകയാണെങ്കിൽ മാൽക്കോൺസിന് ഭയങ്കര ഗാംഭീര്യമുള്ളൊരു രാഗമായിട്ടാണ് ഹിന്ദുസ്ഥാനിയിൽ കാണുന്നത്. വളരെ ലേറ്റ് നൈറ്റായിട്ട്, അതായത് രാത്രി വളരെ വൈകിയൊക്കെ ഈ രാഗം പാടുന്നതായിട്ടാണ് കേട്ടു വന്നിട്ടുള്ളത്. പ്രമുഖരായ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരൊക്കെ തന്നെ മാൽക്കോസിനെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് വേദികളിൽ. ഭീംസെൻ ജോഷി, കിഷോരി അമോക്കർ, പിന്നെ റാഷിദ് ഖാൻ, കൗശികി ചക്രവർത്തി. ഇവരുടെ ഹിന്ദുസ്ഥാനിയിലുള്ള രാഗവിസ്താരങ്ങൾ കേട്ടാൽ നമുക്ക് ഈ രാഗത്തിൻ്റെ ഗാംഭീര്യം എന്താണെന്ന് മനസ്സിലാവും. ആദ്യം തന്നെ നമുക്ക് മാൽക്കോൺസിലുള്ള കുറച്ച് പാട്ടുകൾ കേട്ടാലോ. ഹിന്ദോളം തമിഴിലാണെങ്കിൽ തമിഴിൽ വളരെ നല്ല പാട്ടുകൾ, കുറെ പഴയതും പുതിയതുമായിട്ടുള്ള പാട്ടുകളുണ്ട്. രാഗം നമ്മൾ എ ടി ഉമറിൽ നിന്ന് ആരംഭിക്കാം.
ചെമ്പരത്തിക്കാട് പൂക്കും മാനം. 1976 ചെമ്പരത്തിക്കാട് എന്ന് പറഞ്ഞൊരു പാട്ട് അദ്ദേഹം അമൃതവാഹിനി എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ൊഴുകുന്ന മധുരയാമം ചേർത്തല ഭഗവതി കാർത്യായനി. കല്ലു കാർത്യായനിയെ 1979 ഇണങ്ങിയാലോ അവൾ വരമരുളും. 1982 ശ്രീ അയ്യപ്പനും ബാവരും എന്ന് പറഞ്ഞ സിനിമയിലൊരു പാട്ട്. ഇന്ദുകലാധരൻ തുടിയിലുണർത്തിയ താളം. 1983 ഇന്ദുകലാധരൻ എന്ന് പറഞ്ഞൊരു പാട്ട്. ആ താളത്തിൽ ഒഴുകി വരുന്നൊരു അമ്മേ നാരായണ. 1984 അമ്മേ നാരായണ എന്ന് പറഞ്ഞൊരു പാട്ട്. 1987 ചഞ്ചലപദം. ചഞ്ചലപാദം ചഞ്ചലനാദം ചഞ്ചലപാദം. അടുത്തത് ദേവരാജ മാസ്റ്ററാണ്. അദ്ദേഹം ചെയ്തത് ആദ്യമായിട്ട് ചെയ്തത് 1964 ഓമനക്കുട്ടൻ. വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. മുന്നിൽ മൂകമാം ചക്രവാളം. മുന്നിൽ മൂകമാം അന്ധകാരം. കൃത്യമായിട്ട് പറ്റി എനിക്കറിയില്ല. ജയിൽ എന്ന് പറഞ്ഞ സിനിമയിൽ 1966 ചെയ്ത പാട്ടാണത്. പിന്നിൽ ശൂന്യമാം അന്ധകാരം. പിന്നെ 1969 കുമാര സംഭവത്തിൽ ശരവണ പൊയ്കയിൽ കേട്ടിട്ട് ഒരു ഓർമ്മയുണ്ട്, അറിയില്ല കൃത്യമായിട്ട്. ശരവണ പൊയ്കയിൽ അവതാരം ശ്രീ ശിവപഞ്ചാക്ഷര. പിന്നെ 1973 ഗായത്രി. തങ്കത്തളികയിൽ പൊങ്കലുമാ. പൊതുവെ എല്ലാവരും പറയണേ ഞാൻ സ്പീഡ് കുറച്ചാണ് പാടുന്നതെന്ന്. ഇത് ഇത്തിരി സ്പീഡിൽ പാടി നോക്കാം. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തരിമാസത്തമി പെണ്ണേ. കേട്ടോളൂ പാട്ട്. നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലത്തിനുള്ളിൽ. അതിനുശേഷം 1973 വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ. പ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര. അതിനുശേഷം മാനിഷാദ 1975 മാനിഷാദ എന്ന് പറഞ്ഞ സിനിമയിൽ. അതിനുശേഷം 1977 സത്യവാൻ സാവിത്രി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. രാഗസാഗരമേ. 1978 സത്രത്തിലൊരു രാത്രി. പ്രഭാത ശീവേലി തൊഴുതു മടങ്ങുമ്പോൾ പ്രസാദം കരുതിയതാർക്കു വേണ്ടി. അഷ്ടപതി ഗാനം കേൾക്കുമ്പോൾ നിന്മനം ഇടയ്ക്കയായി തുടിക്കും. അപ്പം ഞാൻ ഈ കണി കാണും നേരം എന്ന് പറഞ്ഞ പാട്ട് പറഞ്ഞു. അത് രാഗമാലികയാണ്, ഹിന്ദോളം അതിലൊരു ഭാഗത്തിൽ വരുന്നുണ്ട് എന്നേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം മറ്റ് പല രാഗങ്ങളാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. താങ്ക് യു. MG രാധാകൃഷ്ണനാണ് അടുത്തത്. തമ്പ് എന്ന സിനിമയിലെ ഒരു യമുനാ നദി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. കാശ്മീരത്തിൽ 1994 പ്രജ 2001. ഇനി ശ്യാം സാറാണ് ഹിന്ദോളം ചെയ്തിട്ടുള്ളത്. ഏതോ ജന്മബന്ധം നിന്നിൽ കണ്ടു. അമേരിക്ക എന്ന സിനിമയിലെ ഏതോ ജന്മബന്ധം. ഒരു തണലായി ഒരു തുണയായി
ഒരു നോക്കു കാണാൻ 1985 ചന്ദനക്കുറിയുമായി സുഹൃതവനിയിൽ പിന്നെ ചെയ്തിട്ടുള്ള 1985 അകലത്തെ അമ്പിളി എന്നുള്ള സിനിമയിലെ ചഞ്ചലപാദം എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. കനവിലോ 1987 ഋതുഭേദം ഋതു സംക്രമ പക്ഷി പാടി സുകൃത സംഗീതനം പാടി. ഹൃദയ കല്ലോലിനി തീരങ്ങളിൽ നിന്നും. ഇനി ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. ദക്ഷിണാമൂർത്തി സ്വാമി 1962 ശ്രീകോവിൽ എന്ന് പറഞ്ഞ സിനിമയിൽ മാനസവീണ മുഴങ്ങി എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. മാനസവീണ മുഴങ്ങി. അതിനുശേഷം അദ്ദേഹം 1974 അശ്വതി എന്ന് പറഞ്ഞ സിനിമയിൽ കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഇതിൽ എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു 1982 మనసులోని మర్మమును తెలుసుకో. അടുത്തതായി ഹിന്ദോളം ചെയ്തിട്ടുള്ളത് ബോംബെ രവി. 1988 ബോംബെ രവി ആദ്യമായിട്ട് ചെയ്ത ഹിന്ദോള രാഗത്തിലെ പാട്ടാണ് വൈശാലി എന്ന് പറഞ്ഞ സിനിമയിൽ തേടുവതേതൊരു ദേവപദം, തേടുവതേതൊരു ബ്രഹ്മപദം, തേടുവതേതൊരു ദേവപദം. പിന്നെ അദ്ദേഹം അത് ഹിന്ദോളത്തിൽ തന്നെ വൈശാലിയിൽ തന്നെ ഒരു പാട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ. പിന്നെ അദ്ദേഹം ചെയ്തത് പാഥേയം രാസനിലാവിനു താരുണ്യം രാവിനു മായിക ഭാവം. അടുത്തത് മയൂഖം. കാറ്റിനു സുഗന്ധമാണിഷ്ടം, മുളം കാടിനു നാദമാണിഷ്ടം, ഇഷ്ടം കാറ്റിനു സുഗന്ധമാണിഷ്ടം, കാറ്റിനു സുഗന്ധമാണിഷ്ടം, മുളം കാടിനു. അടുത്ത ഹിന്ദോളം ചെയ്തിട്ടുള്ളത് അർജുന മാഷാണ്. 1976 കായംകുളം കൊച്ചുണ്ണിയുടെ മകനിലെ സ്വപ്നങ്ങൾ താഴിക കൂടം എന്ന് പറഞ്ഞിട്ട് പാട്ട് ചെയ്തിട്ടുണ്ട്. 1981 യാമങ്ങൾ അറിയാതെ എന്ന് പറഞ്ഞിട്ട് പാട്ട് രണ്ട് മുഖങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. യാമങ്ങളറിയാതെ 1983 മഹാബലിയിൽ സൗഗന്ധികങ്ങൾ വിടർന്നു, സൗഗന്ധികങ്ങൾ വിടർന്നു സഖിയുടെ. അടുത്ത ഹിന്ദോളം ചെയ്തിരിക്കുന്നത് കൈതപ്രമാണ്. കൈതപ്രം 4 പാട്ടുകളാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഉദയപുരം സുൽത്താനിൽ ഗായതി ഗായതി, ഗായതി ഗായതി വനമാലി ഗായതി. പിന്നെ പഞ്ചപാണ്ഡവർ 1999 തന്നെ നീലകമലദളം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. നീലകമലദളം അഴകിൻ അലകളിൽ വിരിയുന്നു, 2000 ശാന്തം കണ്ണാ ഓടിവാ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണാ ഓടിവാ ആയർ പൈതലാം കണ്ണാ. അപ്പോൾ ഇതൊക്കെയാണ് മലയാളം സിനിമയിലെ ഹിന്ദോള രാഗത്തിലെ പാട്ടുകൾ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കണ്ടാലോ? എല്ലാ തിങ്കളാഴ്ചയാണ് നിങ്ങൾക്കിത് കാണാൻ പറ്റുക കേട്ടോ. ബൈ. മനതാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ.